ഓക്കെ, നമുക്ക് ഇന്നത്തെ വർക്കിംഗ് നോക്കാം. നമ്മുടെ ഇൻഡെക്സ് ലെവൽസ് ഇങ്ങനെയാണ് തന്നിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവലാണിത്. ബാങ്ക് നിഫ്റ്റി കറക്റ്റ് അതിൻ്റെ ലെവൽ ഓഫ് ക്രോസിംഗിൽ വന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ വീണ്ടും കൺസൾട്ടേഷൻ, ഈ ഒരു സമയത്തൊക്കെ നല്ല കൺസൾട്ടേഷൻ ഉണ്ട്. ലാസ്റ്റ് ടൈമേഴ്സ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുമുണ്ട്. അത് നിഫ്റ്റിയിൽ അതുപോലെ തന്നെയാണ്. ബോൾ ലൈൻ വന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോട്ടർ ലൈൻസ് എന്ന് പറയുന്ന സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻസ് ആണ്. അവിടെയൊക്കെ റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിന് ചെറുതായിട്ട് നിഫ്റ്റി ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ നമ്മുടെ സപ്പോർട്ട് എടുത്ത് ബോൾ ലൈൻ സപ്പോർട്ടും ഡോട്ടർ ലൈൻ സപ്പോർട്ടും ഒക്കെ എടുത്തിട്ടാണ് അത് വർക്ക് ചെയ്തേക്കുന്നത്. ദെൻ നിഫ്റ്റി സർവീസും ഇതുപോലെ ഡോട്ടർ ലൈനിലും ബോൾ ലൈനിലും സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. ദെൻ നമുക്ക് സ്ട്രൈക്ക് കൂടെ നോക്കി വേണം നമുക്ക് അതിനെ കൺഫേം ചെയ്യാനായിട്ട്. സ്ട്രൈക്ക് നോക്കി നല്ല ട്രേഡുകൾ ഇന്ന് 2-3 ഉണ്ടായിരുന്നു. 2-3 ഞാൻ എടുത്തു. എനിക്ക് 100% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ, ഇവിടെ നമ്മളുടെ ബോൾ ലൈനിൽ വന്ന് റിജക്റ്റ് ചെയ്തു. നമുക്കൊരു പൊസിഷനാണ് ആദ്യം തന്നെ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ കേട്ടോ. ദെൻ ഇതുപോലെ തന്നെ ബോൾ ലൈനിൽ വന്നു റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ നോക്കുക, ബോൾ ലൈനിൽ നിന്ന് താഴേക്ക് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് മൂന്നും കൺഫേംഡ് ആയിരുന്നു. ഇത് മാത്രം ബോൾ ലൈനിൻ്റെ അകത്താണ്, എന്നാലും റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. 3 നമുക്ക് കൺഫേംഡ് ആണ്. ബോൾ ലൈനിൽ തൊട്ട് ഇത് മുകളിലേക്ക് കയറുന്നതും ഇത് താഴേക്ക് ഇടിയുന്നതും കൺഫേംഡ് ആയതുകൊണ്ട് ഒരു പൊസിഷൻ അവിടെ കൊടുക്കുകയും ആ ഒരു പൊസിഷൻ അതാ ഈ ഒരു പൊസിഷനിൽ വന്നപ്പോൾ എക്സിറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. ജസ്റ്റ് ഇനി ഇവിടെ കൂടെ മുട്ടാനുണ്ടായിരുന്നുള്ളൂ. സോ ഈ ഒരു പൊസിഷൻ എത്തിയപ്പോൾ എക്സിറ്റ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ 4ാമത്തെ പോയിന്റിൽ വീണ്ടും ഒരു പൊസിഷൻ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇത് വന്ന് ബോൾ ലൈനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു 4ാമത്തെ ക്യാൻഡിൽ. അത് തന്നെയാണ് അതിൻ്റെ വീക്കെൻഡും. ബോൾ ലൈനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതേസമയം കുറച്ചത് റിസ്കി പൊസിഷനാണ്. കാരണം 4ാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇത് ഇവിടെ നിൽക്കുന്നു. ഇത് ശ്രദ്ധിച്ചിട്ടില്ല, അതിവിടെ നിൽക്കുന്നു. കാരണം 3 നമുക്ക് കൺഫേംഡ് ആകണം. അത് 2 കൺഫേംഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ഇടിഞ്ഞതിന് ശേഷമാണ് തിരിഞ്ഞ് അത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു റിസ്ക് പൊസിഷനെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക. കാരണം ഒരെണ്ണം ശ്രദ്ധിക്കാതെ വിട്ടുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ വീണ്ടും ഈ ഒരു ക്യാൻഡിൽ ഒരു ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ തന്നെ 50% ലോസ് സംഭവിച്ചിരുന്നു. അതിന് ശേഷമാണ് അത് റിജക്റ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പൊസിഷൻ കട്ട് ചെയ്തോളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം ഇനി ഒരു പൊസിഷൻ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, പൊസിഷൻ നമ്മുടെ സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിൽ എത്തിയിരിക്കുന്നു. അതേസമയം പൊസിഷനും സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, പൊസിഷൻ മാക്സിമം മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യം നോക്കാനാണെങ്കിൽ തന്നെ നിഫ്റ്റി ഈ സമയത്ത് ദെൻ നമ്മളുടെ പൊസിഷൻ മാക്സിമം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ബോർഡർ ലൈന് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും ഏകദേശം ചെറിയൊരു ഗ്യാപ്പുള്ള ടച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ അപ്പോൾ ഇത്രയും നമുക്ക് പൊസിഷനിൽ ഓക്കെ ആയിരുന്നു. പൊസിഷൻ മാക്സിമം ഇടിഞ്ഞ് വന്നിട്ടുള്ള സമയമാണ്. ഇവിടെയാണെങ്കിൽ പൊസിഷൻ മാക്സിമം കയറി വന്നിട്ടുള്ള സമയമാണ്. കണ്ട, പൊസിഷൻ മാക്സിമം ബോൾ ലൈൻ വന്നത്. ഇതൊരു നല്ലൊരു റേഞ്ച് ആയിരുന്നു ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കോളൂ, നിഫ്റ്റിയുടെ കാര്യത്തിലേ നോക്കിയതേ ഈ ഒരു പോയിന്റിൽ നിഫ്റ്റിയുടെ കയറി ബോൾ ലൈനിൽ വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ നമ്മുടെ മന്തിൻ്റെ ബോൾ ലൈനിൽ വന്നിട്ടുണ്ട്. വീക്കെൻഡ് ഈ ഒരു പൊസിഷനിൽ ബോൾ ലൈനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. മന്തിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. വീക്കെൻഡ് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. അതായത് മാക്സിമം ആയി എന്നുള്ളത്. അവിടെ നിന്ന് നെ എക്സിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടതാണ്. അതേസമയം സിയും ഒരേപോലെ തന്നെ കണ്ട ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ബോൾ ലൈൻ ടച്ച് ചെയ്തു. ഇവിടെയും ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ജസ്റ്റ് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി 3 കറക്റ്റായിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ റിജക്ഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് ന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പോൾ നല്ല രീതിയിലൊരു അവിടെ വർക്കൗട്ട് ആയിട്ടുമുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു പൊസിഷൻ ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, ഈ ഒറ്റ ക്യാൻഡിലിൽ തന്നെ നല്ലൊരു പൊസിഷൻ വർക്കൗട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. കേട്ടോ, ഇതാ നമുക്ക് നല്ലൊരു പൊസിഷൻ, അത് ആണ്. ഇതാണ് പൊസിഷൻ, നല്ലൊരു പൊസിഷൻ ഇവിടെ നല്ല റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ ആ നെ കട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു. എടുക്കരുതെന്ന്. അതുപോലെ തന്നെ മാക്സിമം എത്തിയപ്പോഴത്തേക്കും നെയും കട്ട് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടതാണ്. കാരണം ഇവിടുന്ന് കയറി ആ ബോൾ ലൈൻ ടച്ച് ചെയ്തു. ഓക്കെ, വീക്കെൻഡ് അതുപോലെ മന്തിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പൊസിഷൻ നമുക്ക് എന്താവുന്നു എന്ന് പറഞ്ഞു. നമുക്ക്
സി പൊസിഷൻ മാക്സിമം ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മാക്സിമത്തിലേക്ക് വരുന്നത് നമുക്ക് ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സി പൊസിഷനെയും കട്ട് ചെയ്തോളൂ എന്നുള്ളത് ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സി പൊസിഷൻ ആ സമയം ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി കാര്യത്തിലാണെങ്കിൽ അതേ സമയം ബോർഡ് ലൈൻ ടച്ച് ചെയ്തു. പി പൊസിഷൻ തിരിച്ച് ബോർഡ് ലൈനിലേക്ക് വരുന്നു കണ്ടോ. ബോർഡ് ലൈൻ ടച്ച് ചെയ്തു. മാക്സിമം സി പൊസിഷൻ ബോർഡ് ലൈൻ ടച്ച് ചെയ്തു. പി പൊസിഷനും ഇത് ടച്ച് ചെയ്തതായിട്ട് തന്നെ കണക്കാക്കാം. ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കണ്ടോ ഇവിടെ. ഇതാണ് സെക്കൻഡ് ലെവൽ. അപ്പോൾ മാക്സിമത്തിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് സി പൊസിഷനെ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ദെൻ അതിനുശേഷം പിന്നീടൊരു ലെവൽ ആക്റ്റീവ് ആയത് എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കിയേ. പി പൊസിഷൻ പിയുടെ ഗ്രാഫാണ്. പിയുടെ ഗ്രാഫ് ഈ ഒരു ലെവലിൽ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അതേസമയം നമ്മളുടെ സി പൊസിഷനും സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഓക്കെ, ഓൾറെഡി രണ്ടും ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഒരു പൊസിഷനാണ്. നമുക്ക് നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റിയുടെ അതേസമയം നിഫ്റ്റി അതേസമയം ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതേ സമയം നമ്മളുടെ പിയും ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടില്ല, ചെറിയ ഡിഫറൻസേ ഉള്ളൂ, ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതേ സമയം ഇവിടെയാണ് ബോർഡ് ലൈൻ ടച്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാക്സിമം നമ്മളുടെ എല്ലാം ബോർഡ് ലൈനിൽ നിൽക്കുന്ന സമയമാണ്. സോ അവിടെ നിന്നും ഒരു സി പൊസിഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. നല്ല സി പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. രണ്ടും നോക്കിക്കേ നിങ്ങൾ. വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഇത് പിയുടെ ഗ്രാഫാണ്. പിയുടെ ഗ്രാഫ് ആദ്യത്തെ ഈ ഒരു റേഞ്ച് തന്നെ പോയേക്ക് നോക്കി. ഒരു 60 രൂപയുടെ സാധനമെങ്കിലും ഉണ്ടാകും. 250 റേഞ്ച് വരെ പോയിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ലെവൽ ടു ലെവൽ ട്രേഡാണ് വന്നേക്കുന്നത്. നമ്മളിത് ഈ ഒരു സി പൊസിഷനെ പറ്റിയും പറഞ്ഞിരുന്നു. ഇത് മാക്സിമം പി ഇടിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അവിടെ വെച്ചാൽ സി പൊസിഷൻ എടുത്തവർക്ക് നമുക്ക് ഒരു 40ൻ്റെ തന്നെ എത്രത്തോളം റിട്ടേൺ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയേ. ഈ വലിയ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്ന പൊസിഷൻസ് ആണ് ഞാൻ ഈ ബോർഡ് ലൈൻ സ്ട്രാറ്റജിയിൽ പറയുന്നത്. ഈ ചെറിയ ചെറിയ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നതിൻ്റെ അല്ല, വലിയ ക്യാൻഡിൽസ്. അപ്പോൾ ഒറ്റ ക്യാൻഡിൽ തന്നെ പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാം. അതുപോലെ ഈ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഒരു സിയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള വീണ്ടും ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് കൺസോളിഡേറ്റ് ചെയ്തെങ്കിലും അത് നമ്മുടെ ഈ ഒരു ഒരുപാട് താഴെയുള്ള സ്ട്രൈക്കുകളിലാണ് നല്ല ഒരു ചെറിയൊരു ലോസ് മൂവ്മെൻറ്റ് ഉണ്ടാകുക. അതിനുശേഷം അത് പ്രോഫിറ്റബിൾ ആയിട്ടുമുണ്ട്. കാരണം അത് നല്ലൊരു ലെവലായിരുന്നു. ഈ ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ ബോർഡ് ലൈൻ്റെ മുകളിലാണ് സി നിൽക്കുന്നത്. ഇവിടെയാണ് ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടാണ് സി നിൽക്കുന്നത്. ദെൻ ഇവിടെ പി പൊസിഷൻസ് എല്ലാം ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം കണ്ടോ പി പൊസിഷൻസ് ഇവിടെ വന്ന് മാക്സിമം റേഞ്ചിൽ എത്തിയിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആ ഒരു പൊസിഷനെയും നമുക്ക് ആക്റ്റീവ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. ഇനി വേറെ ഒരു പൊസിഷൻസും ആക്റ്റീവ് അല്ലായിരുന്നു എങ്കിൽ പോലും ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള റേഞ്ചായിരുന്നു. അതായത് നോക്കിക്കേ, സി മാക്സിമം കയറി ഇവിടെ എത്തി കണ്ടോ. താഴത്തുനിന്ന് കയറി 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 ബോർഡ് ലൈൻ വന്നാൽ റിജക്റ്റ് ചെയ്യും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്രാഫ് താഴത്തുനിന്ന് കയറി ബോർഡ് ലൈൻ വരുന്ന ഒരു സമയമാണെങ്കിൽ കണ്ടോ, ഇന്ന് കയറി ബോർഡ് ലൈൻ വന്നു, റിജക്റ്റ് ചെയ്യും. അതേസമയം തന്നെയാണ് ഇതും. താഴത്തുനിന്ന് കയറി ബോർഡ് ലൈൻ വന്നിട്ടില്ല, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ദെൻ അല്ലെങ്കിൽ തന്നെ സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിലാണ് നിൽക്കുന്നത്, റിജക്റ്റ് ചെയ്യും. അതേസമയം ദെൻ പി ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ബോർഡ് ലൈനിൽ വന്നിട്ടുണ്ട് കണ്ടോ. ബോർഡ് ലൈനിലായിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രം വന്നിട്ടുണ്ട്, റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇത് കുറച്ചും കൂടെ കൂടിയ വ്യത്യാസമുണ്ട്. എന്നാലും ഒരെണ്ണം മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ മൂന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അതേസമയം നമുക്ക് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ കൂടെ ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, നിഫ്റ്റി അതേസമയം കയറി 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 ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്ന ഒരു പൊസിഷനിലാണ്. ഈ ഒരു പൊസിഷനാണ് തോന്നുന്നല്ലേ, ഈ ഒരു പൊസിഷനാണ് കേട്ടോ. ബോർഡ് ലൈൻ ടച്ച് ഇത് റിജക്റ്റ് ചെയ്യേണ്ട ഒരു പൊസിഷനാണ്. ഇവിടെ അതുപോലെ തന്നെയാണ് ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യേണ്ട ഒരു പൊസിഷനിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ കാര്യത്തിലും ഓക്കെ ആയിരുന്നു കണ്ടോ. ഇതൊക്കെ ബോർഡ് ലൈനിൽ നിൽക്കുകയാണ്. ഇത് ഓക്കെ ആയിരുന്നു. നിഫ്റ്റിയുടെ കാര്യത്തിൽ ഇത് ഓക്കെയാണ്. ഈ പൊസിഷൻ ഓക്കെയാണ്. ഈ പൊസിഷൻ വളരെയധികം കറക്റ്റാണ്. എല്ലാം ബോർഡ് ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കണം കേട്ടോ. ഈ പൊസിഷൻ കയറി കയറി ബോർഡ് ലൈൻ വന്നിട്ടുണ്ട്, റിജക്റ്റ് ചെയ്യും. അതേസമയം താഴത്തെ പി പൊസിഷൻ കയറി കയറി ബോർഡ് ലൈൻ വന്നിട്ടുണ്ട്, റിജക്റ്റ് ചെയ്യും. സി പൊസിഷൻ ആണെങ്കിൽ ഇറങ്ങി ഇറങ്ങി ബോർഡ് ലൈൻ വന്നിട്ടുണ്ട്, റിജക്റ്റ് ചെയ്യും. ഇവിടെയും സി പൊസിഷൻ ഇറങ്ങി ഇറങ്ങിയതാ
ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ഒരെണ്ണം കുറച്ച് അകലെയായിട്ട് നിൽക്കുന്നുവെങ്കിൽ പോലും ബാക്കി ഇത് മൂന്നും കറക്റ്റായിരുന്നു. അതുകൊണ്ട് ആ ഒരു പൊസിഷനിൽ നമുക്ക് പി മാക്സിമം എത്തി എന്നുള്ളതും നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടെ നല്ലൊരു സി പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് ആ സമയത്ത് ഈ ഒരു സി പൊസിഷൻ കണ്ടോ, നല്ലൊരു റേഞ്ചിലുള്ള സി പൊസിഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് 100% റിട്ടേൺ കിട്ടേണ്ട ദിവസമാണ്. എനിക്ക് 100% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2-3 ട്രേഡ് എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ വെച്ചൊരു പി തന്നെ ഇവിടെ വെച്ച് വീണ്ടും ഒരു വി എടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു സി എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നോക്കിയിട്ട് നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് നോക്കിയിട്ട് പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് എടുക്കാം. ഒരേപോലെ വരുന്ന ഇന്നത്തെ ദിവസം ഈ ഒരു ലെവലെന്ന് വെച്ചാൽ വളരെ കറക്റ്റ് ലെവലായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ അക്യുറസി ഉള്ള മാക്സിമം അക്യുറസി ഉള്ള ആ ഒരു റേഞ്ച് വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കണമെന്നുള്ളൂ. അല്ലാണ്ട് 2-3 ഗ്രാഫൊക്കെ അകലെ നിൽക്കുക, അല്ലെങ്കിൽ 2 ഗ്രാഫ് അകലെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ എനിക്ക് അത്ര ആക്യുറസി ഇല്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, ഞാൻ റിസ്ക് എടുക്കുന്നില്ലെങ്കിൽ ഓക്കെ. ഇതുപോലെ മാക്സിമം അക്യുറസി, അതായത് ഇത് നോക്കിക്കേ 1 2 3 4 5 6 7 8 8ാമത്തെ ക്യാൻഡിലാണ് ഇവിടെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 8ാമത്തെ ക്യാൻഡിലാണ് ഇവിടെയും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നത്. നമുക്ക് 1 2 3 4 5 6 7 8 ഈ 8ാമത്തെ ക്യാൻഡിലാണ് ഇവിടെയും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നത്. ഇത് 1 2 3 4 5 6 7 8 ഇതാണ് കുറച്ച് അകലെയാണെങ്കിലും ബോൾ ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇത് മൂന്നും ഒരേ സമയം ബോൾ ലൈൻ ടച്ച് ചെയ്തു, അപ്പോൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഒരെണ്ണമെങ്കിലും മാറി നിൽക്കുന്നു എന്ന് കരുതി ഭയക്കണ്ട. ബാക്കി 3 ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. അതും ഏതായിരിക്കണം, എക്സ്പയറിയിലുള്ള ട്രേഡിലേക്ക് എൻ്റർ ചെയ്യണം. നിഫ്റ്റിയിലാണ് ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നതെങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിനെ എടുക്കണം. നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കൺസോൾട്ടേഷനിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ ചെറിയ റിട്ടേൺ മാത്രം തന്നേക്കാം. ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ടാണ് ആ ഒറ്റ ക്യാൻഡിൽ ഈ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള കാരണം അതാണ്. 3 ഗ്രാഫുകൾ ഒരുപോലെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരുപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അത്ര ഒറ്റ ക്യാൻഡിൽ തന്നെ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് എത്തിക്കാൻ പറ്റും. അതുപോലെ മാക്സിമം നമുക്ക് എന്താ പറയുക, എല്ലാവരും ബോൾ ലൈൻ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിൽ നിൽക്കുക, എല്ലാവരും ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിൽ നിൽക്കുക, അങ്ങനെ എല്ലാവരും ഒരുപോലെ വരുന്നത്, അതായത് 3 എണ്ണമെങ്കിലും ഒരുപോലെ വന്നിട്ടുള്ളത് നമുക്ക് ധൈര്യത്തോടു കൂടി എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല റിട്ടേണും കിട്ടും. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് ആണ് പെയ്ഡ് ആയിട്ടുള്ളത്. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് ലെവൽസ് വേണ്ടവർ സെപ്പറേറ്റും കോൺടാക്ട് ചെയ്യാം. ഓക്കെ.